ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മെക്ടൈം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മെക്ടൈമിൻ്റെ ആദ്യത്തെ ട്രാവൽ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് എലിഫൻ്റ കേവ്സിലാണ്, അതായത് മുംബൈക്കടുത്തുള്ള എലിഫൻ്റ കേവ്സ്. ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി അംഗീകരിച്ചിട്ടുള്ള ഒരു സ്ഥലം ആണ്. അപ്പോൾ നമുക്ക് എലിഫൻ്റയിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ അതിനു മുമ്പായി നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു, ബോട്ടിൽ കയറി. ബോട്ടിൻ്റെ മുകളിലുള്ള ഡെക്കിൽ കയറാൻ വേണ്ടി 10 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, മുകളിൽ ഇരുന്നാലും കൂടുതൽ കാഴ്ച കാണാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ മെക്ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് എലിഫൻ്റയിലേക്ക് പോകാം. നമ്മുടെ ബോട്ടിൻ്റെ ക്യാപ്റ്റനാണ്, പേര് നമുക്കൊന്ന് ചോദിച്ചത്. ഓക്കെ, ഇംതിയാസ് എന്നാണ് പുള്ളിയുടെ പേര്. ഫാമിലിയായും കൂട്ടുകാരോടൊത്തും അല്ലെങ്കിൽ ഒറ്റയ്ക്കും എൻജോയ് ചെയ്യാവുന്നതാണ് ഈ യാത്ര. ഗേറ്റ് ഓഫ് ഇന്ത്യയും ഈ ബോട്ട് സവാരിയും എലിഫൻ്റ ദ്വീപിലൂടെയുള്ള മിനി ട്രെയിനും ദ്വീപിലുള്ള ഷോപ്പിങ്ങും ഗുഹാക്ഷേത്രങ്ങളുടെ പൗരാണികതയും എല്ലാം ചേർന്നാണ് ഈ യാത്രയെ മനോഹരമാക്കുന്നത്. ഈ കാണുന്ന പക്ഷിയുടെ പേരാണ് സീകൾ. ഇവർ നമ്മുടെ ബോട്ടിൻ്റെ പുറകെ തീറ്റ തേടി പറന്നു വരുന്നത് കാണാം. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അവർ കഴിക്കുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ വേറിട്ടൊരു അനുഭവമായിരിക്കും ഈ യാത്ര. ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ ചിലർക്ക് ഛർദിൽ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർ ഒരു നാരങ്ങയും കവറും കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. ബോട്ട് സവാരിക്കിടെ ഇന്ത്യൻ നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഷിപ്പുകളും പെട്രോളിംഗ് ബോട്ടുകളും കൂടാതെ മറ്റനേകം ഷിപ്പുകളും മറ്റും നമുക്ക് കാണാം. നാട്ടിൽ നിന്നും ഒരുപാട് മലയാളികൾ മുംബൈയിലേക്ക് ഇൻ്റർവ്യൂവിന് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു യാത്രയാണ് എലിഫൻ്റ കേവ്സിലേക്കുള്ള യാത്ര. അപ്പോൾ നിങ്ങൾ തൊഴിൽ അന്വേഷിക്കുന്നവരാണെങ്കിൽ എൻ്റെ വെബ്സൈറ്റ് gulfwagon.com സന്ദർശിക്കുക. അതിൽ ഒരുപാട് മുംബൈ, കൊച്ചി, ചെന്നൈ ഇവിടങ്ങളിലൊക്കെ നടക്കുന്ന ഒരുപാട് ഇൻ്റർവ്യൂസ് ഞങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാണുക, അതിന് അപ്ലൈ ചെയ്യുക.
എലിഫൻ്റയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, എലിഫൻ്റയിൽ നിന്ന് റിട്ടേൺ ബോട്ട് സർവീസ് ഏകദേശം 5-5:30 മണിയോടുകൂടിയാണ്. അപ്പോൾ അതിനു മുമ്പായി അവിടുന്ന് തിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പിറ്റേ ദിവസം മാത്രമേ ബോട്ട് സർവീസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം എലിഫൻ്റ ദ്വീപിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാ കാണുന്ന അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ മിനി ട്രെയിനിൽ വേണം അങ്ങോട്ട് പോകാൻ വേണ്ടി. ദ്വീപിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ബ്രിഡ്ജ് ഇതാണല്ലോ, ഈ ബ്രിഡ്ജ് കിടന്ന് അങ്ങേറ്റം വരെ നമുക്ക് പോകണം. നടക്കാൻ ബുദ്ധിമുട്ടാണ്, നല്ല വെയിലാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മിനി ട്രെയിൻ ഉണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറുന്നത് മിനി ട്രെയിനാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ ഈ വെയിലത്ത് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ മിനി ട്രെയിൻ വെറും 10 രൂപ മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് പോവാം, തിരിച്ച് ഇങ്ങോട്ടും വരാം. നമുക്ക് വെയിൽ പോകുമ്പോൾ വേണ്ട. അപ്പോൾ നമ്മൾ മിനി ട്രെയിൻ സ്റ്റാർട്ടാക്കാൻ വെയിറ്റ് ചെയ്യണം. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നമുക്ക് ചിലപ്പോൾ ട്രെയിനിൽ പോകേണ്ടി വരും. അപ്പം നമ്മൾ കേവ്സിലേക്ക് പോകാനായിട്ട് വേറൊരു ടിക്കറ്റും കൂടെ എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയിട്ട് വേണം കേവ്സ് കിട്ടാൻ. നമുക്ക് സ്റ്റെപ്പുകൾ കയറി തുടങ്ങാം. ഇവിടുന്ന് ഒരുപാട് സ്റ്റെപ്പുകൾ കയറാനുണ്ട്. കുരങ്ങന്മാരൊക്കെ പോണ പറഞ്ഞ ഈ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് നമ്മൾ താഴെ വെച്ചൊരു ടിക്കറ്റ് എടുത്ത് ഈ കോമ്പൗണ്ടിലേക്ക് കയറാനുള്ള ടിക്കറ്റ് മാത്രമാണ്. ഇനി മുകളിൽ പോയി ചെന്നിട്ട് ഈ ഗുഹകൾ കാണണമെങ്കിൽ വേറെ ഒരു ടിക്കറ്റും കൂടെ എടുക്കണം. അപ്പോൾ ഈ കാണുന്നതാണ് ആദ്യത്തെ കേവ്. അപ്പോൾ ഈ പുറകിൽ കാണുന്നതാണ് കല്ലിൽ കൊത്തിയ ശില്പങ്ങൾ. പ്രധാനമായും ശിവന്റെ പ്രതിമകളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ കണക്കനുസരിച്ച് BC 200-നും AD 500-നും ഇടയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഗുഹാക്ഷേത്രങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഹിന്ദു ഗോഡ്സിൻ്റെയും ബുദ്ധിസ്റ്റ് ഐഡൽസിൻ്റെയും സ്തൂപങ്ങളാണ് ഇവിടെ ഉള്ളത്. എലിഫൻ്റ കേവ് ടെമ്പിൾസിൻ്റെ ഉള്ളിലാണ്. ഈ കാണുന്നതാണ് കേവ് ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ശിവൻ്റെ ശില്പങ്ങളാണുള്ളത്. ഇത് ഏകദേശം AD 500-നും BC 200-നും ഇടയിലാണ് ശിലകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഐലൻഡിനെ അല്ലെങ്കിൽ ഈ കേവ് ടെമ്പിൾസിന് എന്തുകൊണ്ട് എലിഫൻ്റ കേവ്സ് എന്നുള്ള പേര് വന്നെന്ന് പറഞ്ഞാൽ AD 1500-ൽ പോർച്ചുഗീസുകാർ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ആനയുടെ ശില്പം ഉണ്ടായിരുന്നു. അതായത് ഒരു വലിയ ആനയുടെ കല്ലിൽ കൊത്തിയ ശില്പം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അവർ അതിനെ എലിഫൻ്റ് എന്ന് വിളിക്കുകയും
എലിഫൻ്റ് എന്ന് വിളിക്കുകയും അതിൽ നിന്നാണ് ഈ ഇതിന് എലിഫൻ്റ് കേവ്സ് എന്നുള്ളൊരു പേര് വരാൻ കാരണം. അപ്പോൾ ഇവിടെ ഒരുപാട് ശിലാസ്തൂപങ്ങളുണ്ട്, പലതും നശിച്ചുപോയിട്ടുണ്ട്. പോർച്ചുഗീസുകാർ ഇവിടെ വന്നപ്പോൾ പലതും അവർ നശിപ്പിച്ച് കളഞ്ഞു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും കുറേ ശില്പങ്ങളൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. കൂടാതെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആനയുടെ ഈ എലിഫൻ്റ് കേവ്സ് പേര് വരാൻ കാരണമായ ആ ആനയുടെ ശില്പം ബ്രിട്ടീഷുകാർ ബ്രിട്ടനിലേക്ക് കടത്തിക്കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ പോണ വഴിക്ക്, അതായത് മുംബൈയിൽ നിന്ന് എന്തോ ഷിപ്പിൽ കയറ്റുമ്പോഴെപ്പോഴും അത് വീണ് അത് ശില്പങ്ങൾ ബ്രേക്ക് ആവുകയും ഇപ്പോൾ ആ ആനയുടെ പ്രതിമയുള്ളത് ഇവിടെയുള്ള ഒരു ബോട്ടൽ ഒരു മ്യൂസിയത്തിലാണ് ഇപ്പോൾ ആ ശില്പമുള്ളത്. ഇത് നശിപ്പിച്ചതാണ്. ഇതിൻ്റെ താഴത്തെ ഭാഗം ഏകദേശം 1500 കൊല്ലം മുമ്പ് അന്നത്തെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്ന കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള ശില്പങ്ങളാണിത്. ശില്പങ്ങളാണ്. കൂടാതെ ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള സ്ട്രക്ചറാണ്. കാണുന്നത് കല്ലിൽ കൊത്തിയുണ്ടാക്കിയ കുളമാണ്, ഒരു വലിയ കുളം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഗോയ്ക്കുള്ളിൽ ഇരുട്ടായത് കാരണം കുറേ വിഷ്വൽസും ഒരുപക്ഷെ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും മുംബൈയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എലിഫൻ്റ് കേവ്സ് സന്ദർശിക്കാം. ഒന്ന് ഓർക്കുക, ഏകദേശം 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ ഇവിടെ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ ശില്പങ്ങളും ഗുഹകളുമാണിത്. ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ മെക്ടീം എന്നുള്ള ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഇത് ഞങ്ങളുടെ ആദ്യത്തെ ട്രാവൽ വീഡിയോ ആണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനി ഇതോടുകൂടി ഈ കേവ്സിൻ്റെ വിഷ്വൽസ് തീരുകയാണ്. ഇനി കുറച്ച് ഷോപ്പിംഗ് നമ്മൾ അങ്ങോട്ട് കയറി വന്ന വഴിയിൽ ഞങ്ങൾ വരുമ്പോൾ ഷോപ്പിങ്ങിൻ്റെ കുറച്ച് ഷോപ്പുകളുടെ വീഡിയോസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവസാനമായിട്ട് ആ ഷോപ്പുകളുടെ വീഡിയോസും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, എലിഫൻ്റ് കേവ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾ വിക്കിപീഡിയ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ കൂടുതൽ കാഴ്ചകളുമായിട്ട് പുതിയ ലൊക്കേഷൻ ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും